എൻ്റെ പേര് ഫാദർ തോമസ് എട്ടിയിൽ. ഞാൻ വിൻസെൻഷൻ സഭാംഗമാണ്. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താവുന്ന കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ മാതാവിനോട് പ്രത്യേകമായിട്ട് ഒരു പ്രോമിസ് എടുത്തിരുന്നു. ഞാൻ ഗുവാഹട്ടിയിൽ വിൻസെൻഷൻ സഭയ്ക്ക് ഗുവാഹട്ടിയിൽ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അപ്പം ഞാൻ അവിടെ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ 10 വർഷത്തോളം ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. എൻ്റെ വീട്ടിൽ മമ്മി എപ്പോഴും കൃപാസനത്തിൽ വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും വീട്ടിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മമ്മിയോട് ചിലപ്പോഴൊക്കെ ആർഗ്യുമെൻറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ കൃപാസനത്തിൻ്റെ പ്രത്യേകത എന്താ? മറ്റെല്ലാ സ്ഥലങ്ങളിലും മാതാവുണ്ടല്ലോ. അപ്പം ഒരു പ്രത്യേകത അതിനുവേണ്ടി ഞാനധികമൊന്നും കണ്ടിട്ടില്ല. എൻ്റെ വിശ്വാസം അത്രമാത്രം ആഴമായിരുന്നില്ല. എന്നിരുന്നാലും എൻ്റെ പ്രാർത്ഥനയും ശുശ്രൂഷയും എല്ലാം അതുപോലെ തന്നെ അതിൻ്റെ മുറയ്ക്ക് പോകുമായിരുന്നു. പക്ഷേ മമ്മിയുടെ പ്രത്യേകമായിട്ടുള്ള വിശ്വാസം, മമ്മി ആതുര സേവനവും ശുശ്രൂഷയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ഇരിക്കെ എൻ്റെ ചേട്ടന് കഴിഞ്ഞ 2 മാസത്തോളം ശക്തമായ ചുമയായിരുന്നു. അപ്പം പല സ്ഥലങ്ങളിലും പോയി പല മെഡിസിൻസും മാറി മാറി ഉപയോഗിച്ചു. അതിലൊന്നും മാറ്റമില്ല. അപ്പം ഇത് ക്യാൻസർ ആണോ എന്ന് പോലും അവിടെയുള്ള ചില ഡോക്ടേഴ്സ് പോലും സംശയിച്ചു. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു. ചേട്ടൻ വിദേശത്ത് നിന്ന് നാട്ടിലെത്തി. വേണ്ട ചെക്കപ്പൊക്കെ നടക്കുന്ന അവസരത്തിൽ ഞങ്ങളെല്ലാവരും അവിടെ ധ്യാനകേന്ദ്രത്തിൻ്റെ ശുശ്രൂഷകരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. കൃപാസന മാതാവിൻ്റെ പ്രത്യേകമായ വിധം മമ്മി പ്രത്യേകമായ വിധം പ്രോമിസ് എടുക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു ചെക്കപ്പിൽ ഡോക്ടേഴ്സ് യാതൊരുവിധ കുഴപ്പമില്ല എന്ന രീതിയിൽ അത്ഭുതകരമായ വിധം ചേട്ടന് അതിൽ നിന്ന് ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു മോചനം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ആ വീട്ടിലുള്ളവർക്കെല്ലാം കൂടുതൽ വിശ്വാസമായി. എനിക്കും അതിലേറെയുള്ള വിശ്വാസമായി. പ്രത്യേകിച്ച് കൃപാസനത്തിലുള്ള ഈ പ്രാർത്ഥനയിലും പ്രത്യേകമായിട്ടുള്ള വിശ്വാസമായി. അങ്ങനെ എൻ്റെ IELTS ഞാൻ ഇംഗ്ലണ്ടിലേക്ക് ഈ നാടുകളിൽ അവിടുന്ന് ട്രാൻസ്ഫറായി ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുമ്പോൾ IELTS എക്സാം എഴുതേണ്ടതൊരാവശ്യമാണ്. അപ്പം IELTS എക്സാം പൊതുവേ എനിക്ക് സ്കൂളിലും ഡിഗ്രിക്കുമൊക്കെ അത്യാവശ്യം നല്ല മാർക്കുള്ളതുകൊണ്ട് ഞാൻ അത്ര കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ വളരെ നിസ്സാരമായ രീതിയിൽ പരീക്ഷ എഴുതാമെന്ന് കരുതി. എന്നിരുന്നാലും എൻ്റെ കൂട്ടായ്മയിലുള്ള പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യുന്നുണ്ടായിരുന്നു. ആ പരീക്ഷ എറണാകുളത്ത് വെച്ചായിരുന്നു പരീക്ഷ. ആ പരീക്ഷയിൽ ഞാൻ 2 വിഷയത്തിന് തോറ്റു. പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞപ്പം മറ്റുള്ളവരോട് പറയാൻ എനിക്കൊരു മടി. കർത്താവ് എനിക്ക് എളിമപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. അപ്പം എന്നാലും ഒരുങ്ങാൻ വേണ്ടിയിട്ടോ അതുപോലെ തന്നെ ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടിയിട്ടോ ഞാൻ ശ്രമിച്ചില്ല. ഒരു കോൺഫിഡൻസോടുകൂടി വീണ്ടും ഒരു 3-4 ദിവസത്തിന് ശേഷം വീണ്ടും കൽക്കട്ടയിൽ അടുത്ത ഒരു സ്ലോട്ട് എടുത്തു. അവിടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയി. പ്രാർത്ഥനയൊക്കെ ഒരുപാട് നടത്തി. എന്നിരുന്നാലും ആ 2ാമത്തെ എക്സാമിനും തോറ്റു. 2ാമത്തെ എക്സാം തോറ്റു കഴിഞ്ഞപ്പം എനിക്ക് മറ്റാരോടും പറയാൻ വേണ്ടിയിട്ട് വല്ലാത്ത മടി. കാരണം അച്ഛനാണ്. IELTS എക്സാമിന് തോറ്റ കാര്യം മറ്റുള്ളവരോട് എങ്ങനെ പറയും? അപ്പം UK ശുശ്രൂഷയ്ക്ക് പോകുമ്പം അത് ഏറെ ബുദ്ധിമുട്ടാണല്ലോ. എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു ഭാരമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ചേട്ടനുമായിട്ട് സംസാരിച്ചു, മമ്മിയായിട്ട് സംസാരിച്ചു. മമ്മീനോട് പറഞ്ഞു ഓൺലൈനായിട്ട് കൃപാസനത്തിൽ ഒരു കൃപാസനത്തിൻ്റെ ഈ ഉടമ്പടിയിൽ ഭാഗമാകുക. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ ഓൺലൈനായിട്ട് ഒരു ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന അവസരത്തിൽ അത് തന്നെ എൻ്റെ തീരുമാനങ്ങളെയും എൻ്റെ മനസ്സിനെയൊക്കെ ഒരുപാട് മാറ്റി. പ്രത്യേകിച്ച് എൻ്റെ ആറ്റിറ്റ്യൂഡ്. രാവിലെ എഴുന്നേറ്റ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അച്ഛന്മാർക്കുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകമാംവിധം കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ കൂടുതൽ വളരുവാൻ വേണ്ടി അതെന്നെ സഹായിച്ചു. കൂടുതൽ സമയം ബൈബിൾ വായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രേരണ എനിക്ക് ലഭിച്ചു. അങ്ങനെ എനിക്ക് തോന്നി കൂടുതൽ കർത്താവിനോട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കർത്താവ് ഒരുക്കിയെന്ന്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, കർത്താവെ നിനക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്.
ഇത് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഈ പരീക്ഷയിൽ നിന്ന് പാസ്സാക്കുക. അതിനേക്കാളേറെയുള്ള മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടൊരു മടി, ഈ പരീക്ഷയെക്കുറിച്ച് പറയാൻ, പരീക്ഷ 3ാമത് പരീക്ഷ എഴുതുകയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു മടിയും ഒരു നാണക്കേടുമായിരുന്നു. അങ്ങനെ ഞാൻ ആ ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ കൽക്കട്ടയ്ക്ക് വീണ്ടും പോകണം പരീക്ഷയ്ക്ക് വേണ്ടി. ഇനി അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ പോകാൻ സാധിക്കാനുള്ള യാതൊരുവിധ സാധ്യതയില്ല. അഥവാ തോറ്റിട്ടുണ്ടെങ്കിൽ ഇനി കൽക്കട്ടയിൽ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ഇവിടേക്ക് വന്നു. ഇവിടെ നിന്നാണ് ഇംഗ്ലണ്ടിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി കൽക്കട്ടയ്ക്ക് പോവുക അത് ബുദ്ധിമുട്ടാണ്. ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകുക, ഒരുപാട് സാമ്പത്തിക കാര്യങ്ങളും അതിനുണ്ടല്ലോ ഓരോ പരീക്ഷ എഴുതുമ്പോഴും. അപ്പോൾ ഇങ്ങനെ ഏറെ ബുദ്ധിമുട്ടോടുകൂടി ഒത്തിരി ആകുലതയോട് കൂടിയിട്ടാണ് ഞാൻ പരീക്ഷ ഹാളിലേക്ക് പോകുന്നത്. പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പം ബാക്കി എല്ലാവരും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ എടുത്ത് ആണ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് വരുന്നു. ഞാൻ ബൈബിൾ മാത്രം എടുത്തു, ബൈബിളും കൊന്തയും മാത്രം. എനിക്ക് പരീക്ഷയ്ക്ക് മുമ്പ് 1.5-2 മണിക്കൂർ സമയം കിട്ടി. ഈ 2 മണിക്കൂർ സമയം ബൈബിൾ വായിക്കാനും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ശരിക്കും ഒരുങ്ങാൻ വേണ്ടിയിട്ട് കർത്താവ് പ്രത്യേകമായിട്ടുള്ള പ്രേരണ എനിക്ക് നൽകി. അങ്ങനെ നല്ല ഒരുക്കത്തോടു കൂടി, നല്ല കോൺഫിഡൻസോടു കൂടി ഞാൻ പരീക്ഷയ്ക്ക് പോവുകയാണ്. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, എൻ്റെ എല്ലാ നിയോഗവും ഞാൻ എഴുതി അൾത്താരയിൽ വയ്ക്കുക. ആ നിയോഗങ്ങളൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കർത്താവ് സാധിച്ചു തന്നിട്ടുമുണ്ട്. ഞാനങ്ങനെ ഈ നിയോഗവും അൾത്താരയിൽ എഴുതി വെച്ചു. പ്രത്യേക നിയോഗത്തോടുകൂടി പരീക്ഷാ ഹാളിലെത്തി. അവിടെ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു എക്സാം ഞാൻ ജീവിതത്തിൽ എഴുതിയിട്ടില്ല. ഞാൻ തല കുനിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഞാൻ എന്നോട് തന്നെ ചിന്തിച്ചു, എന്താണ് സംഭവിക്കുന്നത്? പരീക്ഷയ്ക്ക് വേണ്ടി അത് ഒരുങ്ങിയിട്ടില്ല. ടെൻഷനാണെങ്കിൽ 10ാം ക്ലാസ്സിലെ പിള്ളേർ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന ടെൻഷനോട് കൂടി പരീക്ഷ എഴുതുന്നു. അപ്പം ഇനി എങ്ങനെ മുന്നോട്ട് ഇത് പരീക്ഷ എങ്ങനെ എഴുതും എന്നൊക്കെയുള്ള ഒരു ചിന്തയോട് കൂടി ഞാൻ പുറത്തിറങ്ങിയേ. എൻ്റെ കൂട്ടുകാരും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ആ ദിവസം ആ പരീക്ഷ എഴുതി കഴിഞ്ഞ് എന്നെ വിളിച്ചു. അച്ഛാ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, 7 അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി 8ാമതൊരു അത്ഭുതം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി സാധ്യതയുള്ളൂ. കാരണം എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരീക്ഷ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ചില അച്ഛന്മാർ എൻ്റെ അടുത്ത് അറിയുന്ന എൻ്റെ അടുത്ത സുഹൃത്ത് അച്ഛന്മാർ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അച്ഛന് വേണ്ടിയിട്ട് കുർബാന ചൊല്ലി മുട്ടുകുത്തി കുർബാന ചൊല്ലുമായിരുന്നു. അപ്പം അങ്ങനെ കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചു, അനേകം കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. കൃപാസന മാതാവിനോട് പ്രത്യേകമായിട്ട് ഉടമ്പടി നേർന്നു. അങ്ങനെ പരീക്ഷാ സമയത്തിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് ദിവസം തന്നെ അറിയും. കമ്പ്യൂട്ടർ ടെസ്റ്റാണ്. അടുത്ത ദിവസം തന്നെ എക്സാം അറിയും. അന്ന് വൈകുന്നേര സമയത്ത് ഞങ്ങൾക്കൊരു ആരാധന ഉണ്ടായിരുന്നു. ആരാധന സമയത്ത് ഞാൻ അൾത്താരയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു ഓൾട്ടറിൽ എൻ്റെ പാസ്പോർട്ടും അതുപോലെ തന്നെ എൻ്റെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തിട്ട് അന്ന് വൈകിട്ട് വേണം എനിക്ക് റിസൾട്ട് അറിയാൻ. അത് ഞാൻ അൾത്താരയിൽ വെച്ചു. അതിനുശേഷം ഞാൻ ആരാധനയ്ക്ക് പോയി. ആരാധന അവസരത്തിൽ ഇങ്ങനെ എനിക്കൊരു പ്രേരണ കിട്ടി. ഞാൻ കർത്താവിനോട് ഇങ്ങനെ ഒരു പ്രോമിസ് ചെയ്തു, ഞാൻ ഈ എക്സാം പാസ്സാകുവാണെങ്കിൽ തീർച്ചയായിട്ടും കൃപാസനത്തിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ ഒരു പ്രോമിസ് എടുത്തു. അങ്ങനെ 1 മണിക്കൂർ ആരാധനയ്ക്ക് ശേഷം ഞാൻ പള്ളിയിൽ വന്ന് എൻ്റെ മൊബൈൽ ഫോൺ തുറന്ന് അതിൻ്റെ റിസൾട്ടിൻ്റെ ടൈം ചെക്ക് ചെയ്തപ്പം എനിക്ക് നല്ല വിജയത്തോടു കൂടി, നല്ല മാർക്കോടു കൂടി പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക കൃപ കർത്താവ് എനിക്ക് നൽകി. അതിനേക്കാളേറെ എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാനും അതുപോലെ കൂടുതൽ കർത്താവിനോട് അടുത്ത് ആയിരിക്കാൻ വേണ്ടി കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഒപ്പം തന്നെ ഞാൻ പ്രത്യേകമാംവിധം ഈ കൃപാസന മാതാവിനോട്, ഈശോയോട് പ്രത്യേകമായി കടപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ മമ്മിയുടെ കൂട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ സ്ഥിരമായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ കുടുംബത്തിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക് ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ അത്ര വലിയ കാര്യമാക്കിയിരുന്നില്ല. ഇതൊക്കെ സാധാരണമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. മാതാവെല്ലാം ഒന്ന് തന്നെയാണ്. അതിന് പ്രത്യേകിച്ചൊന്നും ഒരു പ്രത്യേകതയൊന്നുമില്ല എന്ന് കരുതിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ എല്ലാം കർത്താവ് തിരുത്തി എഴുതി. ഞാൻ പ്രത്യേകമാംവിധം കൃപാസന മാതാവിന് നന്ദി പറയുന്നു, ഈശോയ്ക്ക് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. അതോടൊപ്പം തന്നെ ഈ ഉടമ്പടി പ്രകാരം ചില ഉടമ്പടിയുടെ 6 കാര്യങ്ങൾ ചെയ്തു ചെയ്യുവാനുള്ള 6 കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചു. അങ്ങനെ 6 കാര്യങ്ങളും അതിനു വേണ്ടിയിട്ട് അത് നിവർത്തീകരിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചിരുന്നു. അപ്പം പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് ചാരിറ്റി ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക, അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി പ്രത്യേക വിധം ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ
എല്ലാ ആഴ്ചയിലും ഏറ്റവും കുറഞ്ഞ പക്ഷം കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ ആവുന്ന രീതിയിലുള്ള എൻ്റെ ലിമിറ്റ് വെച്ചുള്ള രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്നു. അതിനും മാതാവിൻ്റെ പ്രത്യേക പ്രേരണയ്ക്കും പ്രചോദനത്തിനും പ്രത്യേകം അമിതം ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 15-ാം തിരുവചനം. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. ഫാദർ തോമസ് VC സഭാംഗമായ ഗുവാഹട്ടി പ്രോവിൻസിലെ തോമസ് അച്ഛൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കൂടിയായ അച്ഛനെ എന്തു തന്നെ ചോദിച്ചാലും ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് ഒരുപാട് അനുഗ്രഹം പ്രാപിച്ചു കൊടുക്കുന്ന ഒരച്ഛനാണ്. പരിശുദ്ധ അമ്മയോട് VC സഭാംഗങ്ങൾക്ക് പ്രത്യേകമായൊരു മമതയും സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ളതാണ്. പക്ഷേ തൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ആഗ്രഹം, ഒരാവശ്യമുണ്ടായത് IELTS പാസ്സാകുക എന്നുള്ളതായിരുന്നു. 2 പ്രാവശ്യം ഫെയിലായപ്പോഴാണ് അമ്മയും കുടുംബാംഗങ്ങളും നിരന്തരമായി അച്ഛനോട് പറഞ്ഞു, ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിനക്ക് ഉടൻ പരിഹാരമുണ്ടാകും. അപ്പോൾ സന്യസ്തർക്കും വൈദികർക്കുമുള്ള ഒരു പ്രശ്നമെന്ന്, ഇതിനെന്തിന് അവിടെയും ഇവിടെയും പോകണം, ഞാൻ കുർബാന അർപ്പിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ. അങ്ങനെ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഇതിനോടൊപ്പം ഉണ്ടാകുക സാധാരണമാണ്. എന്നാൽ തന്നെ എളിമപ്പെടുത്തുക, പരിശുദ്ധ അമ്മ എളിമപ്പെടുത്തിയത് ഒരു ദൈവപുത്രൻ്റെ അമ്മയാവുക എന്നുള്ള വലിയ പദവിയിലേക്ക് പരിശുദ്ധ അമ്മയെ ഉയർത്തിയപ്പോൾ അമ്മ പറഞ്ഞത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റു പറയാനുള്ളത്, ഇതാ കർത്താവിൻ്റെ ദാസി. അത്രമാത്രം തൻ്റെ താഴ്മയെ അവിടുന്ന് തൃക്കൺ പാർത്തു എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. അങ്ങനെ എവിടെയാണോ നാം നമ്മുടെ സ്റ്റാറ്റസിനെ താഴ്ത്തുന്നത് അവിടെയാണ് കൃപ ഒഴുകുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫാദർ തോമസിനും സംഭവിച്ചത് തന്നെയാണ്. തൻ്റെ ആ സ്റ്റാറ്റസിനെ ലോ ചെയ്തു. ഈശോയ്ക്ക് പൂർണ്ണമായി അടിയറ വെച്ച് തൻ്റെ ആഗ്രഹങ്ങളെ, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ അൾത്താരയിൽ സമർപ്പിക്കുന്നത് പോലെ തന്നെ തൻ്റെ ആഗ്രഹത്തെയും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പരീക്ഷ എഴുതാൻ പോകുന്നത്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി പറഞ്ഞു, അങ്ങയുടെ നാമത്തെ ഞാൻ ഈ കൃപാസന അൾത്താരയിൽ വന്ന് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും നാമം മഹത്വപ്പെടുത്തുന്നതായിരിക്കും എന്നുള്ള ഒരു സ്റ്റെപ്പ് അദ്ദേഹം എടുത്തു വെച്ചപ്പോഴാണ് ഈശോ വളരെ സന്തുഷ്ടനായി അദ്ദേഹത്തിന് വലിയ കൃപ നൽകിയിരിക്കുന്നു. 2 പ്രാവശ്യം പരീക്ഷയിൽ തോറ്റെങ്കിലും തൻ്റെ സഹോദരനെ ക്യാൻസർ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകി ഇവിടെ വന്ന് അവർ നന്ദി പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അതും കൂടി ഒരു വലിയ അത്ഭുതമായിരുന്നു. തൻ്റെ കുടുംബത്തിൽ, തൻ്റെ ജീവിതത്തിൽ തന്നെ തൻ്റെ സഹോദരന് ഒരു വലിയ അത്ഭുതമുണ്ടായപ്പോഴാണ് ഈശോ അന്ന് തൊട്ടതും ഇന്ന് തൊടുന്നതും ഒരുപോലെ തന്നെയാണ്. പരിശുദ്ധ അമ്മ കാനായിൽ വിവാഹ വിരുന്നിൽ ചെയ്ത അത്ഭുതം തന്നെയാണ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാനുമായി ഈശോയുമായി ഉടമ്പടി ചെയ്തപ്പോൾ ഉണ്ടായ അത്ഭുതം സെയിം ആണെന്ന് ഈ അച്ഛനെ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ എത്ര തന്നെ തോറ്റുപോയാലും അദ്ദേഹം പറഞ്ഞതുപോലെ 8ാമത്തെ മഹാത്ഭുതം എന്നിലൂടെ സംഭവിക്കുമെന്നല്ല ആരെല്ലാം കളിയാക്കിയാലും അതൊരു വലിയ നമ്മുടെ ഓരോരുത്തരുടെ ഒരു ചെറിയ തലവേദന പോലും മാറുന്നത് ഈശോ എനിക്ക് വേണ്ടി ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളാണ്. അത്ഭുതങ്ങളൊന്നും തന്നെ ചെറുതും വലുതുമല്ല. അച്ഛനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് ഈശോയെ എത്തിക്കുവാനും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അറിയിക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സന്യസ്തർക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈ സാക്ഷ്യം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.